പക്ഷേ കുട്ടികൾ ഫീൽ ചെയ്യുന്നത് നേരെ തിരിച്ചായിരിക്കും. പല വീടുകളിലും അവിടുത്തെ ആൺകുട്ടികളും അവിടുത്തെ ഉപ്പമാരും സംസാരിക്കുന്നത് വളരെ കുറവായിരിക്കും. പലപ്പോഴും അവിടെ സംസാരം തന്നെ ഭയങ്കര രസമായിട്ടാണ് തോന്നല്. കാരണം ചില സമയങ്ങളിൽ ഇപ്പോൾ ആൺകുട്ടികൾ രാത്രി വീട്ടിലേക്ക് വരികയാണെങ്കിൽ നീ എവിടുന്നാണ് വരുന്നത്, ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, എന്നാൽ ഭക്ഷണം കഴിച്ച് വേഗം ഉറങ്ങിക്കോ, അത്രയൊക്കെ അവർ പറയലുണ്ടാവുള്ളൂ. കൂടുതൽ സംസാരമൊന്നും ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ആ, എന്താ പറയുക, ഭയങ്കര സീരിയസ് ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ നല്ല ഉദ്ദേശിച്ചത് കേട്ടോ. ഈ ഒരു പ്രോബ്ലം പല കുട്ടികളും ഫേസ് ചെയ്യുന്നുള്ളത് നമ്മുടെ സ്കൂളിലുള്ള ചില ആൺകുട്ടികളോട് സംസാരിച്ച സമയത്താണ് മനസ്സിലായത് കേട്ടോ. കാരണം അവർ ചോദിച്ചു ഫാദറായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ജസ്റ്റ് സംസാരിക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് വല്ലാണ്ടൊന്നുമില്ല, പൈസ ചോദിക്കുന്ന സമയത്ത് പൈസ തരും, അത്രേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. പൊതുവെ ഉമ്മനോടാണ് കൂടുതൽ സംസാരിക്കുന്ന അറിയിച്ചത്. അപ്പോൾ മേ ബി ചിലപ്പം എന്തെങ്കിലും വർക്കിൻ്റെ ലോഡ് കൊണ്ടോ അല്ലെങ്കിൽ വർക്കിൻ്റെ സ്ട്രെസ് കൊണ്ടോ, അപ്പം കുടുംബത്തിനെ പോറ്റാനും വേണ്ടിയാണല്ലോ ഇത്രയും റിസ്ക് എടുത്ത് തൊഴിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പം ഇങ്ങനെ ഓവർ സംസാരിക്കാൻ കഴിയാത്തത്. പക്ഷേ കുട്ടികൾ ഫീൽ ചെയ്യുന്നത് നേരെ തിരിച്ചായിരിക്കും. കാരണം എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു മൂഡാണ് കുട്ടികൾക്ക് പൊതുവെ ഫാദറിനെ പറ്റി ഉണ്ടാവുക, അതായത് ഇങ്ങനത്തെ ഫാദറിനെ പറ്റിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് കഴിവിൻ്റെ പരമാവധി അതിനുള്ള സൊല്യൂഷൻ എന്തെങ്കിലും നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ.